ബിനീഷ് കോടിയേരി വീടിന് മുന്നിലെത്തിയതിൽ പിണറായിക്ക് ഒരു സന്ദേഹമുണ്ട്. ബുധനാഴ്ച തുടങ്ങിയ സന്ദേഹം നടൻ ജോയി മാത്യു സമൂഹ മാധ്യമങ്ങൾ കുറിപ്പിട്ടതോടുകൂടിയാണ് ബലവത്തായത്. ഇതായിരുന്നു ആ കുറിപ്പ്. ഇന്നലെ ബിനീഷ് കോടിയേരിയാണ് എനിക്കിഷ്ടമായത്. തന്നെ അറസ്റ്റ് ചെയ്ത ഇഡി തന്റെ വീട് റെയ്ഡ് ചെയ്തപ്പോൾ വിദഗ്ധമായി കൈയൊഴിഞ്ഞ വിജയന്റെ മകളുടെ കേസിൽ റെയ്ഡ് ചെയ്യാൻ വന്നവരെ ആക്രമിച്ചവരെ തടയാൻ കാണിച്ച ആ മനസ്സുണ്ടല്ലോ, അത് കാണാതെ പോകരുത്. ശരിയായ കോടിയേരി രക്തം. പാർട്ടി സെക്രട്ടറിയുടെ മകന് ഒരു നീതി, പ്രതിപക്ഷ നേതാവിന്റെ മകൾക്ക് മറ്റൊരു നീതി. നേതാവിന് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറാകുന്ന അടിമകൾ ഇതും മറക്കരുത്. വീണയുടെ കേസുമായി ബന്ധപ്പെട്ട ഇഡി റെയ്ഡിൽ PB അംഗം പിണറായി വിജയന് CPM പരിധിവിട്ട പ്രതിരോധം തീർത്തപ്പോൾ മറ്റൊരു PB അംഗമായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ഉൾപ്പെട്ട ഇഡി കേസിലെ പാർട്ടി നിലപാട് വീണ്ടും ചർച്ചയാവുകയാണ്. 2020 ബിനീഷ് കോടിയേരിയുടെ വീട്ടിൽ ഇഡി മണിക്കൂറുകൾ നീണ്ട റെയ്ഡ് നടത്തുമ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി കൂടിയായിരുന്ന കോടിയേരി ബിനീഷിനെതിരെ വ്യക്തിപരമായി ഉയർന്ന ആരോപണമാണ് എന്നും പാർട്ടി എന്ന നിലയിൽ ആ പ്രശ്നത്തിൽ ഇടപെടാൻ ഉദ്ദേശിക്കുന്നില്ലെന്നുമായിരുന്നു നിലപാട് എടുത്തത്. അന്വേഷണ ഏജൻസിയുടെ കയ്യിൽ എന്തെല്ലാം ഉണ്ട് എന്നറിയാതെ അത് സംബന്ധിച്ച് ഒന്നും പറയാനാകില്ലെന്നും അന്വേഷണ ഏജൻസി ഇവിടെ എത്തിയത് അവരുടെ അന്വേഷണത്തിന്റെ ഭാഗമാണെന്നുമായിരുന്നു അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ പ്രതികരണം. എന്നാൽ റെയ്ഡ് പിണറായിയുടെ വീട്ടിലേക്ക് എത്തിയതോടുകൂടി ഇത് വ്യക്തിപരമല്ല, മറിച്ച് പാർട്ടിക്കെതിരെയാണ് എന്നുള്ള പാർട്ടിക്കെതിരെയുള്ള കടന്നാക്രമണമാണ് എന്ന നിലയിലേക്ക് നിലപാട് പ്രതികരണവും മാറ്റിമറിച്ചു. വീണയുടേത് നിയമപരമായ ബിസിനസ് ഇടപാടാണെന്നും ഇക്കാര്യത്തിൽ പിണറായിക്ക് ഒരു പങ്കുമില്ലെന്നും പാർട്ടി പ്രഖ്യാപിച്ചു. പിണറായി കൂടി താമസിക്കുന്ന വീട്ടിൽ വീണയ്ക്കെതിരെ ഇഡി റെയ്ഡ് നടക്കുമ്പോൾ പ്രതിഷേധിച്ച CPM പ്രവർത്തകരുടെ മുൻനിരയിൽ ബിനീഷ് കോടിയേരി ഉണ്ടാകുമായിരുന്നു എന്ന കൗതുകവുമുണ്ട്. ഇത് ചൂണ്ടിക്കാട്ടിയാണ് ജോയി മാത്യുവിന്റെ പരിഹാസം നിറഞ്ഞ പ്രതികരണം. തന്റെ വീട്ടിൽ ഇഡി റെയ്ഡ് നടക്കുന്നുവെന്നറിഞ്ഞ ബിനീഷ് എത്തിയത് തന്റെ നിസ്സഹായത കണ്ട് സന്തോഷിക്കാനാണ് എന്ന് പിണറായി കരുതുന്നു. ഇഡിയെ ആക്രമിച്ച മുൻ നഗരസഭാ കൗൺസിലർ IP ബിനു ബിനീഷിന്റെ ഉറ്റ ചങ്ങായിയാണ്. ബിനു ഇന്നലെ പോലീസിന് കീഴടങ്ങി. CMR ആരോപണം PC ജോർജിന്റെ മകൻ ജോൺ ജോർജ് ഉന്നയിച്ച വേളയിൽ തന്നെ പിണറായി ബിനീഷിനെ നിരീക്ഷിക്കാൻ തുടങ്ങുകയായിരുന്നു. പാർട്ടി സെക്രട്ടറിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷിനെയും സുഹൃത്ത് ഷോൺ ജോർജിനെയുമാണ് നിരീക്ഷിച്ചത്. തന്റെ ഫോൺ ചോർത്തുന്നതുമായി ഷോൺ അന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഷോണിന്റെ ഉറ്റ ചങ്ങാതി എന്ന നിലയിൽ ബിനീഷിന്റെ ഫോണും സർക്കാർ ചോർത്തുന്നുണ്ടാവാമെന്നും ഷോൺ പറയാതെ പറഞ്ഞു. വീണ വിജയനെതിരെ PC ജോർജിന്റെ മകൻ ഷോൺ ജോർജ് നൽകിയ കേസിൽ പിന്നീട് കോടിയേരിയുടെ മകൻ ബിനീഷ് കോടിയേരിയും CPMലെ പിണറായി വിരുദ്ധരുമുണ്ട് എന്ന് അന്നേ CPM സംശയിച്ചു. ബിനീഷിന് PVയോട് വിരോധമുണ്ടെന്നും മയക്കുമരുന്ന് കേസിൽ അറസ്റ്റിലായപ്പോൾ PV കോടിയേരിയെ കൈവിട്ടെന്ന വിരോധമാണ് ബിനീഷിനുണ്ടായത് എന്ന് മുഖ്യമന്ത്രിയുടെ കുടുംബം വിശ്വസിച്ചു. കോടിയേരി മക്കളെ ഓർത്ത് വേദനിച്ചതുപോലെ PVയും വേദനിക്കട്ടെ എന്നാണ് കോടിയേരി കുടുംബം കരുതുന്നത്. ബിനീഷിന്റെ ജയിൽവാസവും കേന്ദ്ര ഏജൻസികളുടെ റെയ്ഡുമാണ് കോടിയേരിയുടെ ആരോഗ്യം ക്ഷയിപ്പിച്ചത്. ഇതേ സാഹചര്യത്തിൽ PVയെ, അതായത് പിണറായി വിജയനെ എത്തിക്കാനാണ് കോടിയേരിയുടെ മകൻ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് CPMലെ പിണറായി ഭക്തർ വിശ്വസിക്കുന്നത്. എറണാകുളത്തെ ഒരു അഭിഭാഷകന്റെ ഓഫീസിലാണ് ബിനീഷും ഷോണും അഭിഭാഷകരായി പ്രവർത്തിക്കുന്നത്. പിണറായി ബുദ്ധിമുട്ടിലാവുമെന്ന് മനസ്സിലാക്കിയ CPM നേതാക്കളിൽ പലരും വലഞ്ഞു. തന്റെ മകളുടെ കാര്യത്തിൽ ആരും ആവേശം കൊള്ളേണ്ടതില്ലെന്നാണ് പിണറായിയുടെ നിലപാട്. ഷോണിനെതിരെയുള്ള ആരോപണം വാർത്തയായതോടെ ഷോൺ തന്നെ മറുപടിയുമായി രംഗത്തെത്തി. പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരായ കേന്ദ്ര അന്വേഷണവുമായി ബന്ധപ്പെട്ട് വിശദീകരണവുമായി പരാതിക്കാരനും PC ജോർജിന്റെ മകനുമായ ഷോൺ ജോർജ് എത്തിയതിന് പിന്നാലെ ഈ കേസിനെ കുറിച്ച് ഫോണിൽ പോലും ബിനീഷ് കോടിയേരിയുമായി ചർച്ച നടത്തിയിട്ടില്ല എന്നും അത്തരം ആരോപണങ്ങൾ തെറ്റാണെന്നും ഷോൺ ജോർജ് പ്രതികരിച്ചു. ബിനീഷ് കോടിയേരി തന്റെ അടുത്ത സുഹൃത്താണ്, പക്ഷേ ഫോണിൽ പോലും ബിനീഷുമായി ചർച്ച നടത്തിയിട്ടില്ല. ഈ കേസിലെ ഞങ്ങളുടെ സൗഹൃദവുമായി കൂട്ടിക്കുഴപ്പിക്കേണ്ട, അല്ലെങ്കിൽ കുഴക്കരുത്. എനിക്ക് എന്റെ രാഷ്ട്രീയം, അവർക്ക് അവരുടെ രാഷ്ട്രീയമെന്നും ഷോൺ പറയുകയാണ്. CMRലുമായി ബന്ധപ്പെട്ട ഇന്ററീം സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവിൽ പരാമർശിച്ച PV പിണറായി വിജയൻ തന്നെയാണ് എന്ന് അന്നേ ഷോൺ ജോർജ് പറഞ്ഞിരുന്നു. 2023 സെപ്റ്റംബർ 29 താൻ SFIക്കും കോർപ്പറേറ്റ് മന്ത്രാലയത്തിനും പരാതി നൽകി. ഇതിലാണ് CMRലും KSITCയും കമ്പനി രജിസ്ട്രാർക്ക് വിശദീകരണം നൽകിയത്. ഈ മറുപടി രജിസ്ട്രാർ ഓഫ് കമ്പനീസ് തനിക്ക് നൽകി. അതിനുള്ള മറുപടിയും താൻ ഫയൽ ചെയ്തിട്ടുണ്ട്. 6 മാസമായി പെൻഷൻ ബ്രാഞ്ച് തന്നെ നിരീക്ഷിക്കുകയാണ്. ഫോൺ ചോർത്തുന്നുണ്ട്. ബിനീഷും ഷോണും തമ്മിലുള്ള സൗഹൃദവും നിരീക്ഷണത്തിലാണ്. എക്സാലോജിക്കിനെതിരായ ഈ അന്വേഷണം എത്തിക്കേണ്ടടുത്ത് താൻ എത്തിക്കും. ഒരു രാഷ്ട്രീയ മുന്നണിയുടെയും പിന്തുണയോ സഹായമോ താൻ നേടിയിട്ടില്ല.
വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ എന്തും സംഭവിക്കാം. തന്നെ ആരെങ്കിലും അപായപ്പെടുത്തിയാലും ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ 5 പേരെ താൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു. കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിനു മുന്നിൽ ഈ വിഷയത്തിലെ ഏക പരാതി തന്റേത് മാത്രമാണ്. കോടികൾ കട്ടവൻ ഒരു മാങ്ങ കക്കുമ്പോഴാകും പിടിക്കപ്പെടുക. അത്തരം ഒരു മാങ്ങയാണ് എക്സാലോജിക് എന്നും ഷോൺ ജോർജ് പറയുന്നു. മാസപ്പടി വിവാദം കത്തി നിൽക്കെ 2 കമ്പനികൾ തമ്മിലുണ്ടാക്കിയ സുതാര്യമായ കരാർ എന്ന് പറഞ്ഞുള്ള വാർത്താക്കുറിപ്പിലൂടെയാണ് 2024 ഓഗസ്റ്റ് 10-ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് CMRL എക്സാലോജിക്ക് ഇടപാടിന് ക്ലീൻ ചീറ്റ് നൽകിയത്. ഇടപാടിൽ സർക്കാരിനും പാർട്ടിക്കും ബന്ധമില്ലെന്ന നേതാക്കളുടെ ആവർത്തിച്ചുള്ള ന്യായീകരണങ്ങൾ പൊളിക്കുന്നതായിരുന്നു ദി കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിന്റെ അന്വേഷണ ഉത്തരവ്. വീണയുടെ കമ്പനിയുടെ ഇടപാട് സുതാര്യമാണെന്ന മുഖ്യമന്ത്രിയുടെ പ്രതിരോധവും തള്ളുന്നതാണ് പുതിയ അന്വേഷണ ഉത്തരവ്. മാസപ്പടി വിവാദത്തിന് പിന്നാലെ എക്സാലോജിക് പ്രവർത്തനം തന്നെ നിർത്തിയിരുന്നു. എക്സാലോജിക്കിൽ ക്രമക്കേട് ഉണ്ടായെന്നാണ് ROC ബംഗളൂരുവിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്. മാസപ്പടി ചോദ്യങ്ങൾക്കെല്ലാം ഒഴിഞ്ഞു മാറിയവരും മുഖ്യമന്ത്രിയുടെ മകൾക്ക് എന്താ ബിസിനസ് നടത്തിക്കൂടെ എന്ന് ചോദ്യം ചോദിച്ച CPM നേതാക്കളും പുതിയ റെയ്ഡിനോട് മിണ്ടാട്ടമേയില്ല, മിണ്ടുന്നുമില്ല. പിണറായി വിജയനെയും മകളെയും കൂടാതെ രമേശ് ചെന്നിത്തല, PK കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയ UDF നേതാക്കളെയും BJP ലക്ഷ്യമിടുന്നുണ്ട്. പിണറായിക്കൊപ്പം ഇവരെയും ഒരു കുരുക്കുകയാണ് BJPയുടെ ഉദ്ദേശം. CPM നേതാക്കൾ അകത്താവുകയും കോൺഗ്രസ് നേതാക്കൾ രക്ഷപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഒരിക്കലും ഉണ്ടാകരുതെന്ന് BJP ദേശീയ നേതൃത്വം കരുതുന്നു. BJPയെയും CPMനെയും ഒരുമിച്ച് വകവരുത്തുകയാണ് ലക്ഷ്യം. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, ഇന്ത്യൻ പോലീസ് സർവീസ്, ഇന്ത്യൻ കോ ഓപ്പറേറ്റീവ് സർവീസ്, ഇന്ത്യൻ റവന്യൂ സർവീസ്, മറ്റ് കേന്ദ്ര സർവീസുകൾ എന്നിവയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് ഏജൻസിക്ക് പ്രാഥമികമായി മേൽനോട്ടം വഹിക്കുന്നത്. വിവിധ സാമ്പത്തിക മേഖലകളിൽ നിന്നുള്ള വിദഗ്ധരും ഈ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. 2003 ജൂലൈ 2-ന് ഇന്ത്യ ഗവൺമെന്റ് അംഗീകരിച്ച ഒരു പ്രമേയത്തിലൂടെയാണ് ഏജൻസി സ്ഥാപിക്കപ്പെട്ടത്. 1956-ലെ പഴയ കമ്പനി നിയമത്തിലെ സെക്ഷൻ 235 മുതൽ 247 വരെ നിലവിലുള്ള ചട്ടത്തിനുള്ളിൽ നിന്ന് അന്വേഷണം നടത്താനാണ് ഏജൻസിക്ക് അധികാരം ഉള്ളത്. ഏജൻസിയുടെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. സാമ്പത്തിക മേഖല, മൂലധന വിപണി, അക്കൗണ്ടൻസി, ഫോറൻസിക് ഓഡിറ്റ്, നികുതി, നിയമം, ഇൻഷുറൻസ്, നിയമം, ഇൻഫർമേഷൻ ടെക്നോളജി, കസ്റ്റംസ്, ഇൻവെസ്റ്റിഗേഷൻ എന്നിവയിൽ നിന്നുള്ള വിദഗ്ധർ അടങ്ങിയ ഒരു മൾട്ടി ഡിസിപ്ലിനറി ഓർഗനൈസേഷനാണിത്. 2003 ജനുവരി 9-ന് ഏജൻസി സ്ഥാപിച്ച് വാജ്പേയി സർക്കാരാണ്.